ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ നമ്മൾ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാൻ ഒരുപാട് താമസിച്ചു കേട്ടോ. 7:30 മണിയായി. കാരണം ഞങ്ങൾ ഇന്ന് പുറത്തോട്ട് ഒരിടത്ത് പോകാനിരുന്നേ. അപ്പോൾ സ്കൂളിൽ നിന്നുണ്ടായിരുന്നു ശ്രീധുവിന്. അപ്പോൾ ആ സ്കൂളിലൊന്നും പോകണ്ട, നമുക്ക് പുറത്ത് പോയിട്ട് ഒരു ഹോസ്പിറ്റൽ കേസായിരുന്നേ. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിക്കാം എന്നുള്ള ചിന്തയിലിരുന്നു. പക്ഷേ മഴ നമ്മുടെ പ്ലാൻ എല്ലാം തെറ്റിച്ചു. മഴ കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോയിൻമെൻറ്റ് എടുത്ത് വെച്ചിരുന്നതാണ്, പക്ഷെ പോകാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ശ്രീതു അപ്പോൾ സ്കൂളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഹോസ്പിറ്റലിൽ പോക്ക് നടക്കില്ല, സ്കൂളിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ 7:30 ശേഷമാണ് വിചാരിച്ചാണ് 8:30 ആകുമ്പോൾ അവർക്ക് പോകണം. പെട്ടെന്നൊരു ചോറും കറിയൊക്കെ ഞാൻ ഉണ്ടാക്കി. തീയൽ, പിന്നെ ചിക്കനും മുട്ടയും എല്ലാം കൂടെ ഇട്ട് വശക്കി അതൊരുണ്ടാക്കി. പിന്നെ കാപ്പി ഉണ്ടാക്കി, പിന്നെ ചമ്മന്തി അരച്ചു, പിന്നെ പാവയ്ക്ക വറുത്തു. പിന്നെ വെള്ളച്ചോറാണ് ഞാൻ വെച്ചത്. പക്ഷേ വെള്ളച്ചോറ് ശ്രീധുവിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് ചമ്പാവരി ചോറ് ഫ്രിഡ്ജിലിരുന്ന് അതിനെ ഊറ്റി വടിച്ച് അവന് കഴിക്കാൻ കൊടുത്തു. പിന്നെ ആ സമയത്ത് അവൻ വിളക്ക് കൊളുത്തി. അത് കഴിഞ്ഞിട്ട് ദേവുവിന് രാവിലെ കാപ്പി വേണ്ട, ചോറ് മതിയെന്നുണ്ട്. ചമ്മന്തി പപ്പടമൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ചോറ് മതിയെന്ന് പറഞ്ഞ് പിന്നെ ചോറ് കൊടുത്തു. പിന്നെ നമ്മുടെ ടി വിയിൽ ഇന്നത്തെ ന്യൂസ് നിങ്ങൾക്കറിയാമല്ലോ. നമ്മളെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ആ കുഞ്ഞിൻ്റെ ആത്മാവിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. കാണുമ്പോൾ നമുക്ക് അറിയാത്തൊരു കുഞ്ഞാണെങ്കിലും നമുക്കത് വല്ലാതെ വിഷമം ഉണ്ടാക്കുമല്ലേ ആ ന്യൂസൊക്കെ കാണുമ്പം. എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ വാങ്ങിച്ചില്ലേ മെറ്റീരിയൽ, അതിൽ 2 മെറ്റീരിയൽ ഒരു ചേച്ചി എടുത്തേ. അപ്പോൾ ആ ചേച്ചിക്ക് വേണ്ടി ഞാൻ പാക്ക് ചെയ്ത് ഒരിടത്ത് കൊണ്ട് നമ്മൾ കൊടുക്കണം കേട്ടോ മെറ്റീരിയൽ. അപ്പോൾ കുറച്ച് താഴെയാണ് ആ ചേച്ചിയുടെ വീട്. അപ്പോൾ അതിൽ നിന്ന് ഒരു മെറ്റീരിയൽ എടുത്തപ്പോൾ ഒരു സ്കൈ ബ്ലൂവും കൂടെ ആ ചേച്ചി എടുത്തായിരുന്നു. അത് മുന്നേ വന്ന മെറ്റീരിയലാണ്. അപ്പോൾ അത് രണ്ടും കൂടെ പാക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കാമായിരിക്കും. അപ്പോൾ ആ ചേച്ചിയുടെ ഫ്രണ്ടുണ്ട്, ചേച്ചി തിരുവനന്തപുരത്തുള്ള ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചിക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു മെറൂൺ ഇരുന്നില്ലേ, ആ മെറൂണും ആ ചേച്ചിക്ക് വേണ്ടി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ദേവ് ഇതാണ് ആ മെറൂണും, അതും എടുത്ത് കവറിലെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ദേവ് വീട്ടിൽ ചെയ്തു വയ്ക്കുന്ന കോലാഹലങ്ങളാണ്. മറ്റേ അക്ഷരങ്ങളില്ലേ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, അത് വെച്ച് അവൾ വെച്ചിട്ടുണ്ട്. ടി വി ഒരിടത്തിരുന്ന് പ്രവർത്തിക്കുന്നുണ്ട്, കാണണമെന്നില്ല, പക്ഷെ അതവിടെ വെച്ച് വെക്കണം. അപ്പോഴും ആ ചേച്ചി വീണ്ടും മെസ്സേജ് ഇട്ടു. ഈ പിന്നെ ഡാർക്ക് പിന്നെ നീലയും പിന്നെ നമ്മുടെ ഡാർക്ക് ബ്ലൂവും കൂടെ ഉള്ളതും കൂടെ കൊടുത്തു വിടണം, അതും ആ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി 2 എടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി, അങ്ങനെ മൊത്തം 4 മെറ്റീരിയൽ എടുത്ത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. കാരണം മഴ കേട്ടോ, പോകാൻ പറ്റില്ല ഇപ്പോഴൊന്നും. കുറച്ച് കഴിയുമ്പോൾ കൊണ്ട് കൊടുക്കാൻ പോകണം. ഇതെൻ്റെ ഫ്രണ്ടിനെ എടുത്ത് വെച്ചു. ഇതുവരെ അവൾക്ക് വരാനോ എനിക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാനോ പറ്റിയിട്ടില്ല. നല്ല അടിപൊളി ചുരിദാറാണ് കേട്ടോ, സൂപ്പറാണ്. അവൾക്ക് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗീവവേയുടെ ചുരിദാർ ആരും മറന്നിട്ടില്ലല്ലോ. പിന്നെ ഇന്ന് അധികം വിശേഷമൊന്നുമില്ല, മഴയായതുകൊണ്ട് ദേവുവിൻ്റെ കളിയും ചിരിയും കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതൊക്കെ